പമ്പയിൽ നിന്ന് എസ് നന്ദുഷ കൂടി ചേരുന്നുണ്ട്. നന്ദുഷ, പമ്പയിൽ എങ്ങനെയാണ് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടോ? ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമാണല്ലോ ബാക്കിയുള്ളത് മകരജ്യോതി തെളിയാനായി. നിലയ്ക്കലും പമ്പയിലും ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ശരംകുത്തിയിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര ഇപ്പോൾ എത്തും. അതിനുശേഷം സന്നിധാനത്തേക്ക് പ്രവേശിക്കും. 6 മണി കഴിയുന്നതോടെയാണ് സന്നിധാനത്തേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തുന്നത്. ദീപാരാധന സമയത്ത് തന്നെ പൊന്നമ്പലം മേട്ടിൽ മകരജ്യോതി തെളിക്കും. ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ് പമ്പയിലും നിലയ്ക്കലും എല്ലാം. നിലയ്ക്കൽ നിന്ന് കഴിഞ്ഞാൽ മകരജ്യോതി കാണാനാകില്ല. അട്ടത്തോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ മകരജ്യോതി കാണാനാകും. മകരജ്യോതി കാണാൻ കഴിയുന്ന നിലയ്ക്കലും പമ്പയ്ക്ക് സമീപമുള്ള ഒരു സ്ഥലമാണ് അട്ടത്തോട് എന്ന് പറയുന്നത്. അതോടൊപ്പം ഹിൽ ടോപ്പിൽ നിന്നാലും മകരജ്യോതി ദൃശ്യമാകും. അങ്ങനെ മകരജ്യോതി കാണാൻ കഴിയുന്ന സ്ഥലങ്ങളിലെല്ലാം ഭക്തജനങ്ങൾ ഇപ്പോൾ തടിച്ചു കൂടിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് പൊന്നമ്പലമേട്ടിലെ മകരജ്യോതി ദർശിക്കാനായി ഇവിടെ ശബരിമലയിലും അതോടൊപ്പം പമ്പയിലും നിലയ്ക്കലിലും ഒക്കെ തന്നെ കാത്തു നിൽക്കുന്നത്. 1500ഓളം പോലീസുകാരാണ് നിലയ്ക്കലും പമ്പയിലും നിലവിൽ ഡ്യൂട്ടിയിലുള്ളത്. വിവിധ പോലീസ് സംവിധാനങ്ങളുടെ ഒക്കെ തന്നെ തയ്യാറെടുപ്പുകൾ ഇവിടെ സജ്ജമാണ്. KSRTC ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ മകരവിളക്കിന് ശേഷം ഭക്തരെ സുരക്ഷിതമായി മലയിറക്കാനും ഈ നിലയ്ക്കലിൽ നിന്ന് അവരുടെ സ്വന്തം നാടുകളിലേക്ക് എത്തിക്കാനുമൊക്കെ തയ്യാറായി നിൽപ്പുണ്ട്. പമ്പയിലെ സജ്ജീകരണങ്ങളും ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. എല്ലാവരും മകരജ്യോതി ദർശനത്തിനായി കാത്തു നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഇതിൻ്റെ ഐതിഹ്യം കൂടി എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. പന്തളം കൊട്ടാരവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം ഈ മകരജ്യോതിക്കും അതോടൊപ്പം തിരുവാഭരണ ഘോഷയാത്രയ്ക്കുമൊക്കെ തന്നെ ഉണ്ട്. ശബരിമല അയ്യപ്പനെ ഒരു യോദ്ധാവായി ഒരു രാജാവായി കാണണമെന്ന പന്തളം രാജാവിൻ്റെ ഒരാഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹം അയ്യപ്പൻ സാധിച്ചു നൽകിയത് ഈ രൂപത്തിലായിരുന്നു. ആ ആഗ്രഹ സാഫല്യത്തിൻ്റെ ഓർമ്മയുടെ ദിവസമാണ് മകരവിളക്ക് ദിവസം. ആ ദിവസം സംക്രാന്തി ദിവസം സർവാഭരണ വിഭൂഷിതനായി അയ്യപ്പനെ കാണാനായി രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നുമായി 10,000കണക്കിന് ആളുകളാണ് ഇപ്പോൾ വിവിധയിടങ്ങളിൽ തടിച്ചു കൂടിയിട്ടുള്ളത്. പമ്പയിലും നിലയ്ക്കലും ഇപ്പോൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ശരി, പമ്പയിൽ നിന്നുള്ള വിവരങ്ങളാണ് എസ് നന്ദുഷ നൽകിയത്. എരുമേലിയിൽ നിന്ന് ജോസി ബാബു കൂടി ചേരുന്നുണ്ട്. ജോസി, എരുമേലിയിലെ സാഹചര്യങ്ങൾ എന്താണ്? വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ? അമൃത, എരുമേലിയിൽ വലിയ തിരക്കില്ല എന്നതാണ് എരുമേലിയിൽ നിന്ന് പങ്കുവെക്കുവാൻ കഴിയുന്ന വിവരം. ഇന്നലെ മുതൽ തന്നെ പോലീസ് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പമ്പയിലും അതോടൊപ്പം നിലയ്ക്കലും അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ വാഹന ബാഹുല്യം കണക്കിലെടുത്തുകൊണ്ട് എരുമേലിയിൽ നിന്നും തീർത്ഥാടകരുടെ വാഹനങ്ങൾ പോലീസ് കടത്തിവിടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പാർക്കിംഗ് ഏരിയയിലേക്ക് കുറച്ച് തീർത്ഥാടകർ മാത്രമാണുള്ളത്. മറ്റുള്ളവർ പരുന്തുംപാറ, പാഞ്ചാലിമേട് പോലുള്ള ഇടുക്കി ജില്ലയുമായിട്ട് ചേർന്ന ഉയർന്ന പ്രദേശങ്ങളിലേക്ക് ജ്യോതി ദർശനം കാണുന്നതിനായി പോയിരിക്കുകയാണ്. മറ്റുള്ള ആളുകളൊക്കെയും ഈ പാർക്കിംഗ് ഏരിയയിലുണ്ട്. അവരെ ഇനി മകരദർശനം കഴിഞ്ഞ ശേഷം പമ്പയിൽ നിന്നും വാഹനങ്ങൾ എരുമേലി ഭാഗത്തേക്ക് വന്നതിന് ശേഷം വൈകിട്ടോടുകൂടി മാത്രമേ ഇവിടെ പാർക്കിംഗ് ഏരിയയിലുള്ള വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ. എന്തായാലും ഇന്നലെ നമുക്കറിയാം വലിയ പ്രതിഷേധം അരങ്ങേറിയ സ്ഥലമാണ് എരുമേലി. ഇന്നലെ വാഹനങ്ങൾ കടത്തിവിടാത്തതിനെ തുടർന്ന് തീർത്ഥാടകർ റോഡിലിറങ്ങി പ്രതിഷേധിച്ചിരുന്നു. അതിൻ്റെ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഇന്നലെ തന്നെ പരമാവധി വാഹനങ്ങൾ എരുമേലിയിൽ നിന്നും പമ്പയിലേക്ക് കയറ്റിവിട്ടു. കൂടാതെ മറ്റിടങ്ങളിലുള്ള ആളുകളോട് സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ നിന്ന് ജ്യോതി ദർശനം കാണുന്നതിനുള്ള നിർദ്ദേശമാണ് പോലീസ് നൽകിയിരിക്കുന്നത്. ഇനി ഏറ്റവും പോലീസും അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പും ഫയർഫോഴ്സും ജാഗ്രത പാലിക്കേണ്ടത് സാഹചര്യം. ദർശനത്തിന് ശേഷം വലിയ രീതിയിൽ വാഹനങ്ങൾ എരുമേലി ഭാഗത്തേക്ക് വരും. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് കൂടുതൽ പോലീസിനെയും മോട്ടോർ വാഹന വകുപ്പിന്റെ സേഫ് സോൺ ടീമിനെയും വിവിധ ഇടങ്ങളിൽ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. അമൃത. ജോസി ബാബുവാണ് എരുമേലിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.